പാലായിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ സഹപാഠികളുടെ അതിക്രമം. വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കിയ ശേഷം വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ചതായാണ് പരാതി. പാലാ സെന്റ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്ലാസ്സിലെ മറ്റു ചില വിദ്യാർത്ഥികളുടെ അതിക്രമം നേരിടേണ്ടി വന്നത്. വിദ്യാർത്ഥിയെ ബലമായി പിടിച്ചു നിർത്തി വസ്ത്രം ഊരിമാറ്റുകയും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയുമാണ് ചെയ്തത്. വിദ്യാർത്ഥിയുടെ നഗ്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ പ്രചരിച്ചതോടെയാണ് വിദ്യാർത്ഥിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സംഘം ചേർന്ന് മർദ്ദിക്കുകയും ഉടുതുണി വലിച്ചുകയും പ്രായോഗിക ചെയ്യുകയും ജനനെതിരെ പിടിക്കുകയും സംഘം ചേർന്ന് ചെയ്തതാണ്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് പോലെയാണ് ഞങ്ങളത് അറിയുന്നത്. സ്കൂളിലെ സാറന്മാർ പറയുന്നത്, നമുക്ക് സാറന്മാർക്കും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അത് ശക്തമായ നിയമങ്ങളോട് ചെയ്യിക്കണം. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ബലമായി പിടിച്ചുവെച്ച ശേഷം വസ്ത്രങ്ങൾ ഊരിമാറ്റുന്നതിനിടയിൽ വിദ്യാർത്ഥി എതിർക്കാൻ ശ്രമിച്ചെങ്കിലും നിലത്തു വീണ വിദ്യാർത്ഥിയെ സഹപാഠികളായ 2 പേർ ചേർന്ന് പിടിച്ചുവെച്ച് ഉപദ്രവിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. 7 കുട്ടികൾ ചേർന്ന് ഒരു കുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും സ്കൂൾ എത്തിക്സ് കമ്മിറ്റി യോഗം ചേർന്ന് നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്നലെ 16/1/2025 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 സമയത്ത് 7 കുട്ടികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും കുട്ടി അധ്യാപികയോട് ഓടി വന്ന വിവരം ധരിപ്പിക്കുകയും അധ്യാപിക അതനുസരിച്ച് അപ്പോൾ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ക്ലാസ്സിൽ പോയി ഇതിൻ്റെ കാരണം അന്വേഷിക്കുകയും ഇത് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. വെട്ടിയ വിദ്യാർത്ഥികൾ കാര്യങ്ങൾ സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് കൗൺസിൽ കൂടി ചേർന്ന് 1:10 തന്നെ സ്റ്റാഫ് കൗൺസിൽ കൂടി ചേർന്നു കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 മണിയോടുകൂടി മാതാപിതാക്കളെ, കുട്ടികളുടെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെയും ഇരയായ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളെ സ്കൂളിൽ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി. അതിനെ തുടർന്ന് സ്കൂൾ എത്തിക്സ് കമ്മിറ്റിയും PT എക്സിക്യൂട്ടീവും ഒക്കെ വിളിച്ച് മറ്റ് നടപടികളിലേക്ക് പോകുന്ന കാര്യങ്ങളും അവരെ ധരിപ്പിച്ചു. ഇതനുസരിച്ച് സ്കൂൾ അധികൃതർ നിയമപരമായ കാര്യങ്ങളിലേക്ക് ചൈൽഡ് ലൈനിൽ അറിയിക്കുക, പോലീസിൽ അറിയിക്കുക, അങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് നമ്മൾ ആ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചും കഴിഞ്ഞു, പരാതിയും നൽകി. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുക, അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ തന്നെ കുട്ടികളെ ആക്കിക്കൊണ്ട് ആ രീതിയിലാണ് സ്കൂൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃത്യമായ നിയമപരമായ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്കൂളിനെയും ഈ വിദ്യാർത്ഥിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നത് വളരെ ഗൗരവകരമായ ഒരു തെറ്റാണ്. അതിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് കുട്ടിക്കും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിവരം പൊതുജന സമക്ഷം അറിയിക്കുകയാണ്. വിദ്യാർത്ഥിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.